സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ വിദ്യാർത്ഥികളെ, നല്ലവരായ നാട്ടുകാരെ, ഞാൻ മലയൻകീഴ് കെ പുരുഷോത്തമൻ ജ്യോത്സ്യൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്ര ജാതകരുടെ ദശാഫലങ്ങളെ പറ്റിയാണ്. ഒപ്പം രോഹിണി നക്ഷത്രത്തിന്റെ ചില കാര്യങ്ങളും കൂടെ വിവരിക്കാം. നമ്മൾ അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രങ്ങളുടെ സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞു. ഇനി 4ാമത്തെ നക്ഷത്രമായ രോഹിണിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രം ചന്ദ്രദശയിലാണ് ജനിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രൻ ഇടവക്കൂറിൽ ഉച്ചനും അതിൻ്റെ ആദിപൻ ശുക്രൻ ആകുന്നു. അത് ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറുകാർ പൊതുവെ കലാകാരന്മാരും ഭാവനാശക്തിയുള്ളവരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ഉള്ളവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരും ദയാനിധികളും ആകുന്നു. അമ്മ പ്രത്യേകിച്ച് ചന്ദ്രൻ ബന്ധപ്പെട്ടതുകൊണ്ട് അമ്മയോടും കുടുംബത്തോടും സഹോദരങ്ങളോടും പ്രത്യേക സ്നേഹം ഇവരുടെ പ്രത്യേകതയാകുന്നു. ചന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ അമ്മയുടെ ഒരു പ്രധാന, ചന്ദ്രനെ കൊണ്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാം. അതുപോലെ തന്നെ കൃഷി, കർമ്മപുഷ്ടി, കർമ്മപരമായ കാര്യങ്ങൾ എന്നിവയെല്ലാം ചന്ദ്രന് പ്രധാനം കൊടുത്തിട്ടുണ്ട്. കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ ചന്ദ്രന് നല്ല ബലമുണ്ടായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ പല മുഹൂർത്തങ്ങൾക്കും ഉത്തമ ഘട്ടമാകുന്നു. അങ്ങനെ ചന്ദ്രൻ പൊതുവെ പ്രകൃതിയുടെ ഒരു കാരകത്വം കൂടെ വഹിച്ചിട്ടുണ്ട്. രോഹിണി നക്ഷത്ര ജാതകർ ചന്ദ്രദശയിലാണ് ജന്മം. ചന്ദ്രൻ മറ്റ് നക്ഷത്രങ്ങൾ പോലെ 4 പാദങ്ങളുണ്ട്. 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം. പൊതുവെ നമുക്ക് അതിൻ്റെ ചന്ദ്രൻ്റെ മധ്യഘട്ടം, അതായത് 2-ാം പാദം 5 കൊല്ലം മുതൽ നമുക്ക് കണക്കാക്കാം. ജാതകത്തിൽ കൂടെ നോക്കിക്കൊള്ളണം എത്രാമത്തെ പാദമാണെന്ന്. 1-ാം പാദമാണെങ്കിൽ ഏതാണ്ട് 8 കൊല്ലം വരെ കിട്ടും. 2-ാം പാദം ആണെങ്കിൽ 6-6.5 കൊല്ലം. 3-ാം പാദമാണെങ്കിൽ 5-5.5 കൊല്ലം. അടുത്ത് 4-ാം പാദമാണെങ്കിൽ ഏതാണ്ട് 4 വയസ്സ് മുതൽ 1 വയസ്സ് വരെ ചന്ദ്രദശ കാണപ്പെടും. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രയായ ചന്ദ്രദശയിൽ അതാണ് ജന്മം. ആദ്യത്തെ കാലഘട്ടം ചന്ദ്രദശാകാലം 3 വയസ്സ് വരെ അവർക്ക് അരിഷ്ടതയും പൊതുവെ അച്ഛനും അമ്മയ്ക്കും മാനസികമായും ശാരീരികമായും ചില അസ്വസ്ഥതകളും ജാതകർക്ക് ബാലപീഡകളും ഉണ്ടാകും. 3 വയസ്സിന് ശേഷം വിദ്യാരംഭം, കുടുംബത്തിന് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. 5 വയസ്സിന് ശേഷം 7 കൊല്ലം. അപ്പം ചൊവ്വാദശ കാലത്ത് കുടുംബത്തിന്, ചൊവ്വ നല്ല സ്ഥാനത്താണെങ്കിൽ കുടുംബത്തിന് വളരെ ഉന്നതിയും ഗ്രഹഭൂമി ലാഭവും, സ്ത്രീ പുരുഷ ഭേദമന്യേ അവർക്ക് പഠനവും പഠനബലവും, സ്ത്രീകൾക്കാണെങ്കിൽ 12 വയസ്സിൽ മൃദുമതി ലക്ഷണങ്ങളും കാണപ്പെടും. അതിനുശേഷം ചന്ദ്രൻ, ചൊവ്വ, രാഹുർ 18 കൊല്ലം. രാഹുർ ദശ ഏതാണ്ട് 31 വയസ്സ് വരെ രോഹിണി നക്ഷത്ര ജാതകർക്ക് കാണപ്പെടും. ജന്മശിഷ്ടം കൂടിയാലും കുറഞ്ഞാലും 1-2 വർഷത്തെ വ്യത്യാസങ്ങൾ വരും. ഈ രാഹുർ ദശാകാലത്ത് അവർക്ക് 18, 19, 21, 22 ഈ കാലങ്ങളിൽ പഠനവും പഠനപുഷ്ടിയും, സ്ത്രീകൾക്കാണെങ്കിൽ 23, 24 ഉദ്യോഗ വിജയവും വിവാഹവും ആകുന്നു. പുരുഷനാണെങ്കിൽ 25, 26 ഈ കാലഘട്ടത്തിൽ, 26, 27 ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് ഉത്തമവുമാകുന്നു. ചിലർ രാഹുർ ദശാകാലത്ത് വിദേശവാസം അനുഭവിക്കേണ്ട യോഗങ്ങൾ കാണപ്പെടുന്നു. പ്രത്യേകിച്ച് പട്ടാളത്തിലോ പേർഷ്യയിലോ UK അങ്ങനെ വിദേശമായ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോകാൻ
തൊഴിലിന് പോകാം, ചിലർ പഠനത്തിന് പോകും. എന്നിരുന്നാലും പൊതുവെ 31 വയസ്സ് വരെ ചന്ദ്രദശ. അത് കഴിഞ്ഞാൽ വ്യാഴദശ 16 കൊല്ലം. വ്യാഴം നല്ല സ്ഥാനത്താണെങ്കിൽ അവർക്ക് സന്താനയോഗം, ഗ്രഹയോഗം, തൊഴിൽപരമായ ഉന്നതി, മുടങ്ങിയ വിദ്യയിൽ വിജയം, പ്രശസ്തി, കീർത്തി, അഭിനയകലയിൽ പേര്, പെരുമ, അതിൽ നിന്ന് ചില സമ്മാനങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയെല്ലാം ലഭിക്കും. വ്യാഴദശാകാലം പൊതുവെ ഇവർക്ക് ഒരു സുവർണകാലമാണെന്ന് പറയാം. കുടുംബ ഭദ്രതയും കുടുംബസുഖവും പിതാക്കളും മാതാവ് ഇവർക്ക് ഈ വ്യാഴദശ കൊണ്ട് വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ വ്യാഴം കഴിഞ്ഞാൽ ശനിദശയാകുന്നു. 19 കൊല്ലം. ശനിയുടെ ആദ്യത്തെ 3 കൊല്ലം അത്ര നന്നായിരിക്കുകയില്ല. ശേഷം സുഖവും സന്തോഷവും കീർത്തിയും ഭൂമിയോഗവും ഭൂമിലാഭങ്ങളും ഗ്രഹ ഐശ്വര്യങ്ങളും ഫലമായി വരുന്നു. ഈ ദശയിൽ സന്താനങ്ങൾക്ക് പഠനം, പഠനപുഷ്ടി, പഠനബലം എന്നിവയെല്ലാം അനുഭവമാകുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ ദശ അന്ത്യത്തിൽ സന്താനങ്ങൾക്ക് മംഗളകർമ്മങ്ങൾ, അതായത് വിവാഹാദി മംഗളകർമ്മങ്ങളും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. അത് ശനിദശ കഴിഞ്ഞാൽ ബുധദശ 17 കൊല്ലം. ബുധദശാകാലത്ത് അവർക്ക് സാമ്പത്തികമായ നേട്ടം, നല്ല ഗ്രഹയോഗം, ഗ്രഹത്തിൽ നിന്നുള്ള ഐശ്വര്യങ്ങൾ, സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യം, ഭാര്യാഭർത്തൃ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, കുടുംബജീവിത ഭദ്രത എന്നിവയെല്ലാം ബുധദശയിൽ അനുഭവമാകുന്നു. ബുധൻ കൊണ്ട് നമ്മൾ ലക്ഷ്മിയാണല്ലോ ചിന്തിക്കുന്നത്. കുടുംബത്തിൽ ധാരാളം സാമ്പത്തിക അവസ്ഥകളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ബുധൻ കഴിഞ്ഞാൽ 7 കൊല്ലം കേതുദശ. കേതുദശയിൽ അല്പ അരിഷ്ടതകൾ, ശാരീരിക മാനസിക പീഡകളും, വീട് മാറി താമസിക്കുകയും ചിലവർക്ക് തൊഴിൽ മാറ്റങ്ങളും അനുഭവപ്പെടും. അതിനുശേഷം വരുന്നത് ശുക്രദശ ആകുന്നു. ശുക്രൻ 20 കൊല്ലം. ആ ദശ ഇന്നത്തെ കാലഘട്ടത്തിൽ ശുക്രദശ കുറച്ചൊക്കെ അനുഭവിക്കാൻ സാധിക്കും. ശുക്രദശയിൽ വാഹനം, വസ്ത്രം, വച്ചുകൂട്ട്, കുടുംബസൗഖ്യം, സന്താനങ്ങൾക്കുള്ള കൊണ്ട് മേന്മ, ഐശ്വര്യങ്ങൾ എന്നിവയെല്ലാം ശുക്രദശ അനുഭവപ്പെടുത്തും. പൊതുവെ രോഹിണി നക്ഷത്ര ജാതകർ ഭാഗ്യവാന്മാരും നന്മ ചെയ്യുന്നവരും ആകുന്നു. കൃഷ്ണന്റെ നക്ഷത്രം എന്നും പറയാറുണ്ട്. എന്തായാലും രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നത് ജാതകർ ഭാഗ്യവാന്മാരും ബുദ്ധിയുള്ളവരും കലയിൽ താല്പര്യമുള്ളവരും കലാകാരും കുടുംബ കീർത്തി ഉള്ളവരും ധാരാളം ഭൂസ്വത്തുകൾ കുടുംബപരമായിട്ട് കിട്ടിയില്ല എങ്കിൽ തൻ്റെ കഴിവും ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നേടുന്നവരും ആയിഭവിക്കും. ചന്ദ്രദശയിൽ മുത്തുകല്ലിടാം, ചൊവ്വാദശയിൽ പവിഴക്കല്ലിടാം, രാഹുർദശയിൽ ഗോമേതകല്ലിടാം, വ്യാഴദശയിൽ പുഷ്യരാഗക്കല്ലിടാം, ശനിദശയിൽ ഇന്ദ്രനീലക്കല്ലിടാം, ബുധദശയിൽ മരതകക്കല്ലിടാം, കേതുദശയിൽ വൈദൂര്യക്കല്ലിടാം, ശുക്രദശയിൽ വൈരക്കല്ലിടാം. ഇവർക്ക് ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് തിങ്കളും വ്യാഴവും ആകുന്നു. അതുപോലെ തന്നെ ഭാഗ്യ നമ്പർ 4, 7 എന്നിവ പ്രത്യേകിച്ച് വിശേഷ കാര്യങ്ങൾക്ക് എടുക്കുന്നത് ഉത്തമമായിരിക്കും. പൊതുവെ ചന്ദ്രദശ കാലഘട്ടം ആദ്യത്തെ പ്രയാസങ്ങൾ അവർക്കുണ്ടാകുമെങ്കിലും പിന്നീട് രോഹിണി നക്ഷത്ര ജാതകർക്ക് വളരെ നേട്ടങ്ങളും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് രോഹിണി നക്ഷത്രത്തിൻ്റെ ചില കാര്യങ്ങൾ, ദശയുടെ കാര്യങ്ങൾ ഞാൻ പ്രസ്താവിച്ചുവല്ലോ. അടുത്ത എപ്പിസോഡിൽ മകയിരത്തിനെ പറ്റി സംസാരിക്കും.